കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവിധ തരത്തിലുള്ള പൗൾട്രി ഹൗസിംഗ് സിസ്റ്റംസ് പഠിച്ചു. ഒരു നല്ല പൗൾട്രി ഹൗസിംഗ് സിസ്റ്റത്തിന് ആവശ്യമായ സവിശേഷതകൾ പഠിച്ചു. പൗൾട്രി ഫാമിൻ്റെ ലേഔട്ട് പഠിച്ചു. ഒരു പൗൾട്രി ഫാമിൻ്റെ ലൈറ്റിംഗ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പൗൾട്രി ഷെഡിന് ആവശ്യമായ വൃത്തിയും ശുചിത്വവും നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ലേണിംഗ് ഔട്ട്കമ്മിലെ ആദ്യത്തെ സെഷനായ റൂട്ടീൻ ക്ലീനിങ് ആക്ടിവിറ്റീസ് ആണ്. ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഷെഡും വൃത്തിയാക്കുക, അണുനശീകരണം നടത്തുക, ഫ്യൂമിഗേഷൻ ചെയ്യുക. അത് ഷെഡ് മാത്രമല്ല, ഷെഡിനകത്തുള്ള ഓരോ വസ്തുക്കളെയും എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ക്ലീനിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷെഡും അവിടുത്തെ ഉപകരണങ്ങളും ഒരു സെറ്റ് കോഴികളെ മാറ്റിക്കഴിഞ്ഞ് പുതിയവയെ കൊണ്ടുവരുന്നതിന് മുന്നേ വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നേരത്തെ വളർത്തിയിരുന്ന കോഴികളിൽ നിന്ന് അവയുടെ സെക്രീഷൻസിൽ നിന്നും എക്സ്ക്രീഷൻസിൽ നിന്നും വൈറസ്, ബാക്ടീരിയ, ഫംഗൈ, പാരസൈറ്റ്സ്, പ്രോട്ടോസോവ ഇവ ഷെഡും ഉപകരണങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും മലിനമാക്കാൻ സാധ്യതയുണ്ട്. പുതുതായി വരുന്ന ബേർഡ്സിന് ഇവ രോഗകാരിയാകാനും സാധ്യതയുണ്ട്. അതായത് പൊട്ടൻഷ്യലി പത്തോജനിക് ആണ് വൈറസ്, ബാക്ടീരിയ, ഫംഗൈ, പാരസൈറ്റ്സ്, പ്രോട്ടോസോവ ഒക്കെ. ക്ലീനിങ് ചെയ്യുന്നതോടുകൂടി ഇവയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. ഇഫക്റ്റീവ് ക്ലീനിങ്ങും ഡിസിൻഫെക്ഷനും ഒരു ഫാമിലെ ശുചിത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ബയോ സെക്യൂരിറ്റി മെഷർ ആണ്. രോഗം വരാതിരിക്കാനും പടർന്ന് പിടിക്കാതിരിക്കാനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഷെഡിൽ അസുഖം ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ രോഗകാരികളായ വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗൈ പോലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഓരോ ഷെഡിലും ഒരു സാഹചര്യം അനുസരിച്ച് വൃത്തിയാക്കുന്നതിൻ്റെയും അണുനശീകരണത്തിൻ്റെയും മാർഗങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതായത് വൈറസോ പ്രോട്ടോസോവിനോ സൂണോട്ടിക് ഡിസീസസോ ആണ് എങ്കിൽ ഇവയ്ക്കെല്ലാം അവയുടെ ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ പ്രൊസീജിയേഴ്സ് വ്യത്യസ്തമായിരിക്കും. ക്ലീനിങ്ങിലും ഡിസിൻഫെക്ഷനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫാമിൽ എൻ്റർ ചെയ്യുന്ന ഫാം എക്യുപ്മെൻറ്റ്സ്, ആ ഫാമിൽ വരുന്ന വ്യക്തികളുടെ ശുചിത്വം, അവിടെ ചത്തുപോകുന്ന ബേർഡ്സിൻ്റെ ഡിസ്പോസൽ, പൗൾട്രി മാനുവർ അതായത് കാഷ്ടം, ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധീകരണം, ഇതിനൊക്കെ ആയിരിക്കണം പ്രഥമമായ പരിഗണന നൽകേണ്ടത്, പ്രാധാന്യം നൽകേണ്ടത്. പൗൾട്രി ഷെഡിന് ചുറ്റുമുള്ള ഏരിയ കാട് പിടിച്ച് കിടക്കുന്നതായിരിക്കരുത്. ഫ്രീ ഫ്രം വെജിറ്റേഷൻ. ഫുഡ് വേസ്റ്റുകൾ ഇടാൻ പാടില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഗ്ലാസ് ബോട്ടിൽസ്, ടിന്ന്, ഡ്രം ഇവയൊന്നും വലിച്ച് എറിയുന്ന സ്ഥലങ്ങൾ ആയിരിക്കരുത് ഷെഡിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ വെള്ളം പരിശോധിക്കണം. ആവശ്യമാണ് എങ്കിൽ ഓരോ ഷെഡിലും വാട്ടർ പ്യൂരിഫയർ ഘടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എയർ പ്യൂരിഫയറും എല്ലാ ഷെഡിലും വയ്ക്കാവുന്നതാണ്.
ഒരു ഷെഡിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ മൈക്രോബിയൽ ലോഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുവഴി ആ ഷെഡിൽ ഉള്ള രോഗാണുക്കൾ ഏതൊക്കെയാണ് എന്നും എത്ര അളവിൽ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പട്ടികയിൽ ചില രോഗാണുക്കളും അവ ഷെഡിലും മറ്റ് ചുറ്റുപാടുകളിലും എത്ര നാൾ നിലനിൽക്കുന്നു എന്നതും കാണിക്കുന്നു. ഏവിയൻ ഇൻഫ്ലുവൻസ ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ എൻവയോൺമെൻറ്റിൽ കാണും. ഇൻഫെക്ഷ്യസ് ബേസൽ ഡിസീസ് മാസങ്ങളോളം, കോക്സിഡിയോസിസും മാസങ്ങളോളം നിലനിൽക്കും. ഫൗൾ കോളറ കുറച്ച് ആഴ്ചകൾ നിലനിൽക്കും. കൊറൈസ മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ. മാരക്സ് ഡിസീസ് വർഷങ്ങളോളം നിലനിൽക്കുന്നു. ന്യൂകാസിൽ ഡിസീസ് ചില മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നു. മൈക്രോപ്ലാസ്മ ചില ദിവസങ്ങൾ വരെ നിൽക്കുന്നു. സാൽമണലോസിസ് ആഴ്ചകളോളം പരിസ്ഥിതിയിൽ നിലനിൽക്കുന്നു. ക്ലീനിങ് മീൻസ് the physical removal of foreign materials like dust, soil, organic materials such as droppings, blood, secretions which protect disease agents. അതായത് ക്ലീനിങ്ങിലൂടെ നമ്മൾ ഒരു ഷെഡിലെ പൊടിപടലങ്ങളും മണ്ണും രോഗകാരികളായ മൈക്രോ ഓർഗാനിസത്തിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കോഴിയുടെ കാഷ്ടം, രക്തം, മറ്റ് സെക്രീഷൻസ് അടങ്ങിയ ജൈവ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുക എന്നതാണ്. നല്ല രീതിയിൽ ശുചിയാക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്താൽ രോഗകാരികളായ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാനോ അല്ലെങ്കിൽ അവയുടെ അളവ് കുറയ്ക്കാനോ സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്തു കഴിഞ്ഞാൽ 80% രോഗ അണുക്കളും നശിക്കുന്നതാണ്. വൃത്തിയാക്കൽ അല്ലെങ്കിൽ ക്ലീനിങ് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആകാൻ ഡിറ്റർജൻസോ സോപ്പുകളോ ചെറിയ ചൂടുള്ള വെള്ളം, സ്ക്രബിങ് അതായത് തൂത്ത് തേച്ച് വൃത്തിയാക്കുക, ബ്രഷിംഗ്, പവർ വാഷേഴ്സ്, സ്റ്റീമേഴ്സ് ഇവ ഉപയോഗിക്കുന്നതിലൂടെ സഹായിക്കുന്നു. 2 തരത്തിൽ ക്ലീനിങ് ചെയ്യാവുന്നതാണ്. ഒന്ന് കംപ്ലീറ്റ് ഓർ ടെർമിനൽ ഹൗസ് ക്ലീനിങ്. ഇത് ഷെഡിൽ നിന്നും കോഴികളെ നീക്കം ചെയ്തതിന് ശേഷം ചെയ്യുന്നു. 2 പാർഷ്യൽ ഓർ കൺകറന്റ് ഹൗസ് ക്ലീനിങ്. ഇത് ഫാമിൽ കോഴികൾ നിൽക്കുമ്പോൾ തന്നെ ചെയ്യുന്നു. അതായത് കോഴികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാവുന്ന ക്ലീനിങ് മെത്തേഡാണ് പാർഷ്യൽ ഓർ കൺകറന്റ് ഹൗസ് ക്ലീനിങ്. കംപ്ലീറ്റ് ഓർ ടെർമിനൽ ഹൗസ് ക്ലീനിങ്. കോഴികളെ നീക്കം ചെയ്തതിന് ശേഷം ഷെഡിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം. ഇതിൽ ലിറ്റർ മെറ്റീരിയൽസ്, കാഷ്ടം, തൂവൽ പോലുള്ള അവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അതിനെ അണുനശീകരണം നടത്തണം. ഷെഡിൻ്റെ മേൽക്കൂരയും അതായത് സീലിങ്സും ചുമരുകളും തറയും ഇവയിലുള്ള പൊടിപടലങ്ങളും ചിലന്തി വലയും എല്ലാം നീക്കിയതിന് ശേഷം ലിറ്റർ മെറ്റീരിയൽസ് നടുക്ക് കൂട്ടിയിടേണ്ടതാണ്. ഇതിൽ ഒരു ഇൻസെക്ടിസൈഡ് അതായത് ഷെഡിൽ ബാഹ്യപരാതങ്ങളുടെ മുട്ടയോ ലാർവയോ പാരസൈറ്റ്സ് തന്നെയോ കാണാവുന്നതാണ്. ഫ്ലൈസ്, മൈറ്റ്സ്, ടിക്ക്, ഫ്ലീ, ലൈസ്, ബഗ്സ്, ബീറ്റിൽസ് ഇവയൊക്കെയാണ് എക്സ്റ്റേണൽ പാരസൈറ്റ്സ്. ഇവയെ നീക്കം ചെയ്യുന്നതിനായി ഇൻസെക്ടിസൈഡ്സ് ആയ മാലത്തിയോൺ അല്ലെങ്കിൽ സൈപ്പർമെത്രിൻ പോലുള്ള ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിനെ നശിപ്പിക്കാൻ കഴിയുന്നവയാണ് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുകയും കുറച്ചു നേരം ഒരു കോണ്ടാക്ട് ടൈം ഏത് ഇൻസെക്ടിസൈഡ് സ്പ്രേ ആണോ ഉപയോഗിക്കുന്നത് അതിൽ മാനുഫാക്ചർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച്
ചില മണിക്കൂറുകളോ ദിവസങ്ങളോ കോണ്ടാക്ട് ടൈമായിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് അതിന് പ്രവർത്തിക്കാനുള്ള സമയം മാനുഫാക്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് കൊടുക്കണം. ആ സമയത്തിന് നമ്മൾ കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നു. അത് മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ ആകാം. അപ്പം നടുക്ക് കൂട്ടിയിട്ട ലിറ്റർ മെറ്റീരിയൽസിലോട്ട് ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുന്നു. തറയും ചുമരുകളും നന്നായി ബ്രഷ് ചെയ്ത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. ഒരു കോട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് വെയറിംഗ് ഉപയോഗിച്ചിട്ട് വേണം ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ സ്പ്രേ ചെയ്യാൻ. അപ്പോൾ ഷെഡിന് അകത്ത് മുഴുവൻ ഡിറ്റർജൻസ് സ്പ്രേ ചെയ്യണം, ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ. ഷെഡിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും നീക്കം ചെയ്യുകയും വേസ്റ്റ് മെറ്റീരിയൽസിനെ ഷെഡിൽ നിന്ന് കുറഞ്ഞത് 2 മൈൽ അകലത്തിൽ ഗവൺമെൻറ് നിയമങ്ങൾക്കനുസൃതമായി നശിപ്പിച്ച് കളയേണ്ടതാണ്. ഷെഡിൽ നിന്നും ലിറ്റർ മെറ്റീരിയൽസ് മാറ്റിയതിനു ശേഷം നന്നായി പതയുന്ന ഒരു റിയേജന്റ് ഉപയോഗിച്ച് പ്രഷർ വാഷിംഗ് ചെയ്യാവുന്നതാണ്. വെള്ളം കൊടുക്കുന്ന സംവിധാനവും തീറ്റ സംവിധാനവും നന്നായി തേച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. തേച്ച് കഴുകി വൃത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ ഉയർന്ന കോൺസെൻട്രേഷൻ ക്ലോറിൻ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഡിസിൻഫെക്ഷൻ നടത്താവുന്നതാണ് വാട്ടറിംഗ് ഫീഡിംഗ് സിസ്റ്റത്തിൽ. പറ്റുമെങ്കിൽ ഷെഡിൽ ഫ്യൂമിഗേഷൻ ചെയ്യേണ്ടതാണ്. അടുത്ത സെറ്റ് കോഴികൾ വരുന്നതിന് 10 ദിവസം മുന്നെയെങ്കിലും ഷെഡ് വൃത്തിയാക്കി ഇടേണ്ടതാണ്. പാർഷ്യൽ ഓർ കൺകറന്റ് ഹൗസ് ക്ലീനിങ്. ഇത് കോഴികളെ ഷെഡിനുള്ളിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. കൃത്യമായ ഇടവേളകളിൽ ഫാനുകളും ലൈറ്റുകളും തുടച്ച് വൃത്തിയാക്കുകയും ഷെഡിൻ്റെ 4 ചുറ്റും തൂത്ത് വൃത്തിയാക്കിയിടുകയും ലിറ്റർ മെറ്റീരിയൽസ് നനഞ്ഞ് കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ പുതിയവ മാറ്റി ഇടുകയും ചെയ്യണം. ബ്രൂഡർ ഗാർഡ്, ഫീഡേഴ്സ്, വാട്ടറേഴ്സ് ഇവ അയഡോഫോറും 5% സോഡിയം ഹൈപ്പോക്ലോറൈറ്റും അടങ്ങിയ സൊല്യൂഷൻ ഉപയോഗിച്ച് അണുനശീകരണം നടത്താവുന്നതാണ്. മറ്റു കെമിക്കൽസായ സോഡിയം ഡോഡസൈൽ സൾഫേറ്റ്, ഫോർമലിൻ, അയഡിൻ മുതലായവയും ഉപയോഗിക്കാവുന്നതാണ്. ക്ലീനിങ്ങിന് 2 ഘട്ടങ്ങളുണ്ട്. ക്ലീനിങ് ഈസ് എ 2-step പ്രോസസ്. 1 ഡ്രൈ ക്ലീനിങ്, 2 വെറ്റ് ക്ലീനിങ്. 1-ാം ഘട്ടമായ ഡ്രൈ ക്ലീനിങ്ങിൽ ഷെഡിൽ റിമൂവ് ചെയ്യാവുന്ന എല്ലാ ഉപകരണങ്ങളും നീക്കം ചെയ്ത് വൃത്തിയാക്കേണ്ടതാണ്. ഡ്രൈ ക്ലീനിങ്ങിൽ ബ്രഷിംഗ്, സ്ക്രാപ്പിംഗ് പോലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഷെഡിനകവും പുറവും വൃത്തിയാക്കേണ്ടതാണ്. ഫാമിലെ എല്ലാ ബിൽഡിങ്സും, സ്റ്റോറേജ് റൂം, എൻട്രി റൂം, എഗ് റൂം, എഗ് കൂളർ, ഹോൾ, സ്റ്റെയർവേസ് ഇതെല്ലാം വൃത്തിയാക്കേണ്ടതാണ്. ഫാനും എയർ ഇൻലെറ്റുകളും പുറമേ നിന്നും വൃത്തിയാക്കേണ്ടതാണ്. ഷെഡിനകത്ത് പൊടിപടലങ്ങളും മറ്റ് മാറാലകളും ഒക്കെ ചുമരിലും സീലിങ്സിലും, ലൈറ്റ്, ഫാന് ഇവയിലൊക്കെ ഉള്ളത് ബ്രഷ് ചെയ്യുകയും തൂത്ത് വൃത്തിയാക്കി എടുക്കേണ്ടവയും ആണ്. ഇവ ചെയ്യുമ്പോൾ പവർ സപ്ലൈ ഓഫ് ചെയ്യേണ്ടതാണ്. ലിറ്റർ മെറ്റീരിയലൊക്കെ മാറ്റുമ്പോൾ ഷെഡിൽ എന്തെങ്കിലും റിപ്പയറുകൾ ഉണ്ടെങ്കിൽ അവ ചെയ്യേണ്ടതാണ്. പൊട്ടലുകളോ വേറെ വാതിലുകളിൽ എന്തെങ്കിലും റിപ്പയറുകളോ ഡാമേജ് ചെയ്തിട്ടുള്ളവയെ റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. എലി പോലുള്ള പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് പക്ഷികളൊന്നും ഷെഡിൽ കയറാത്ത തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. റിപ്പയർ ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നശിപ്പിക്കേണ്ടതാണ്. ഷെഡിൻ്റെ ചുറ്റുമുള്ള ഏരിയ എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്.
അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയാവുന്നതാണ്. ഷെഡിന് ചുറ്റും ഒരു 2 മീറ്റർ ഏരിയ എപ്പോഴും കാട് പിടിച്ച് കിടക്കാതെ വൃത്തിയുള്ളതായി സൂക്ഷിക്കേണ്ടതാണ്. വേസ്റ്റ് മെറ്റീരിയൽസും ഈ ഏരിയയിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ എക്യുപ്മെൻസും കളക്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് നന്നായി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഷെഡ് ക്ലീനിങ് സമയത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോത്ത് 65 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ കഴുകി എടുക്കാവുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരുന്ന ഏപ്രൺ, ഗ്ലൗസ്, റബ്ബർ ബൂട്ട്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ്. വെറ്റ് ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈ ക്ലീനിങ്ങിന് ശേഷം ഡിറ്റർജൻറ്റും സോപ്പോ വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നതിനെയാണ് വെറ്റ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഡിറ്റർജൻസും മറ്റ് ആൽക്കലൈൻ കെമിക്കൽസും ആണ് കഴുകാനുള്ള വെള്ളത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് സർഫസിൻ്റെ പുറമെ ഒരു ലെയർ പോലെ ഇരിക്കുന്ന ഡേർട്സിനെ ഒന്ന് ലൂസാക്കുകയും ഡിറ്റർജൻസിന് കൂടുതൽ അകത്തേക്ക് കടന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഹൈ പ്രഷർ, അതായത് ഉയർന്ന മർദ്ദം ഉപയോഗിച്ച് സീലിങ്സ്, ചുമരുകൾ, വാക്ക് വേസ്, സ്റ്റെയർ കേസ്, എഗ് റോളേഴ്സ്, മറ്റ് കൺവെയർ ബെൽറ്റുകളും എക്യുപ്മെൻസും ഒക്കെ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. വാട്ടർ പൈപ്പ് ഹൈ പ്രഷറിൽ വെള്ളം ഫ്ലഷ് ചെയ്ത് വൃത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം ഒരു വാട്ടർ ഡിറ്റർജൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ നിർദ്ദേശമനുസരിച്ച് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. വെറ്റ് ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് വൈറസിൻ്റെ എയറോസലൈസേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. എയറോസലൈസേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൽ ഒരു വൈറസിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ അളവ്, അതിനെയാണ് എയറോസോൾ ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. വെറ്റ് ക്ലീനിങ് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്കിൽ നിന്ന് മുന്നോട്ടും മുകളിൽ നിന്ന് താഴേക്കുമാണ് ചെയ്യേണ്ടത്. ഇതിനുശേഷം നല്ല ശുദ്ധ വെള്ളം അല്ലെങ്കിൽ ഡ്രിങ്കിങ് ക്വാളിറ്റി ഉള്ള വാട്ടർ ഉപയോഗിച്ച് ഒന്നുകൂടെ ബിൽഡിംഗ് ഫുൾ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഒരു പൗൾട്രി ഷെഡിൻ്റെ ശുചിത്വവും വൃത്തി നിലനിർത്താൻ ക്ലീനിങ് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ, അണുനശീകരണം. ഇതിനുപയോഗിക്കുന്ന കെമിക്കൽസിനെ നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നു. ഈ കെമിക്കൽസ് രോഗകാരിയായ അണുക്കളുടെ പ്രവർത്തനത്തെയും മൾട്ടിപ്ലിക്കേഷനെയും വളർച്ചയെയും സ്ലോ ഡൗൺ ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഒരു ഡിസിൻഫെക്ഷൻ സക്സസ് ആകുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ക്ലീനിങ് ചെയ്തതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സിനെ ബേസ് ചെയ്ത്, ചൂസ് ചെയ്ത ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ഗുണമേന്മയും അതിൻ്റെ സ്യൂട്ടബിലിറ്റിയും അനുസരിച്ച് ആ ഡിസിൻഫെക്റ്റൻറ്റ് മാനുഫാക്ചേഴ്സ് പറയുന്ന രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഡിസിൻഫെക്ഷൻ സക്സസ്ഫുൾ ആകുന്നത്. ഏതൊരു ഡിസിൻഫെക്റ്റൻറ്റും നന്നായി പ്രവർത്തിക്കുന്നത് 68 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലുള്ള ടെമ്പറേച്ചറിലാണ്, അതായത് 20 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ. പൗൾട്രി ഷെഡ് ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടി അൾട്രാ വയലറ്റ് റേസ് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം അൾട്രാ വയലറ്റ് റേസ് പ്രവർത്തിക്കണമെങ്കിൽ അത് ഏത് സർഫസിലാണോ പ്രവർത്തിക്കുന്നത് അതിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഡയറക്റ്റ് UV റേസിന് എക്സ്പോസ് ആവുകയും വേണം. എന്നാൽ മാത്രമേ അതിന് രോഗകാരിയായ അണുക്കളുടെ ന്യൂക്ലിക് ആസിഡ് ഡാമേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിസിൻഫെക്റ്റൻസിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയുടെ രാസഘടന അനുസരിച്ച് അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ഉള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഹാലജൻസ്,
ആൽക്കഹോൾസ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്, ഫീനോൾസ്, ആൽഡിഹൈഡ്സ്, ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്. ഹാലജൻസിൻ്റെ എക്സാമ്പിൾ ഐഡോഫോഴ്സും ക്ലോറിനും ആണ്. ഓക്സിഡൈസിങ് ഏജൻറ്റിന് എക്സാമ്പിൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ആൽഡിഹൈഡ്, ഫോർമലിൻ, ഗ്ലൂട്രാൽഡിഹൈഡ് ഒക്കെ എക്സാമ്പിൾ ആണ്. ചൂസിങ് ദ റൈറ്റ് ഡിസിൻഫെക്റ്റൻറ്റ്. നമുക്ക് ആവശ്യമുള്ള ഡിസിൻഫെക്റ്റൻറ്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം? കോസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ഡിസ്ട്രോയ് ചെയ്യേണ്ട ഡിസീസ് ഏജൻറ്റ് വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവൻ ആണോ എന്നതിനെ ആശ്രയിച്ച് എമൗണ്ട് ഓഫ് കണ്ടാമിനേഷൻ ബൈ ഓർഗാനിക് മാറ്റർ സച്ച് ആസ് ഡ്രോപ്പിംഗ്സ്, ബ്ലഡ് ആൻഡ് മാനുവർ ലെഫ്റ്റ് ഇൻ ദ പൗൾട്രി ഹൗസ്. ഓർഗാനിക് മാറ്റർ അതായത് ജൈവ മാലിന്യങ്ങളായ കാഷ്ടം, ബ്ലഡ്, മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് പൗൾട്രി ഹൗസിൽ രോഗകാരികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പം ഇവയുടെ അളവിനെ ആശ്രയിച്ച് ഏത് ഡിസിൻഫെക്റ്റൻ്റ് വേണമെന്ന് തീരുമാനിക്കാം. ഡിസിൻഫെക്റ്റൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, അതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട് എന്താണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റൻസ്, സാധാരണ ഉപയോഗിക്കുന്ന അണുനാശിനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രിസോൾ ആൻഡ് ലൈസോൾ, സാധാരണ ഇതിന് ഫിനൈൽ എന്ന് പറയുന്നു. വെള്ളത്തിൽ 5% വീര്യമുള്ള സൊല്യൂഷനായിട്ട് ഷൂസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, പൗൾട്രി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വൃത്തിയാക്കാനും ഫുഡ് ബാത്തായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ലൈവ് ചിക്കൻസ് ഉണ്ട് എങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രോസസ്ഡ് മീറ്റ്, എഗ്ഗ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഫിനൈൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതിൻ്റെ മണം ഈ പ്രോഡക്ട്സിൽ ഉണ്ടാകും. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആൽക്കഹോൾ. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ബാക്ടീരിയൽ സെൽ വോൾസിനെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഹാർഡ് സർഫസസിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ടും ചെറിയ അളവിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറിൻ കോമ്പൗണ്ട്സ്, 20% വീര്യമുള്ള സൊല്യൂഷൻ തറയും ഫീഡേഴ്സും വാട്ടേഴ്സും അണുനശീകരണം നടത്താൻ ഉപയോഗിക്കുന്നു. ഹൈപ്പോക്ലോറേറ്റ് pH 6.5-നും 7.5-നും ഇടയിലും ഓർഗാനിക് മാറ്റർ അടങ്ങിയിട്ടില്ലാത്ത വെള്ളവും ഉപയോഗിക്കുകയാണെങ്കിൽ ഇഫക്റ്റീവ് ആണ്. ഇവയ്ക്ക് കോണ്ടാക്ട് ടൈം 10 മുതൽ 20 മിനിറ്റ് വരെ ആവശ്യമായി വരുന്നു ബാക്ടീരിയയെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ. പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് മുട്ട കഴുകി സാനിറ്റൈസ് ചെയ്യാനും, ഇൻക്യുബേറ്റേഴ്സ് ഡിസിൻഫെക്റ്റ് ചെയ്യാനും, ബ്രൂഡേഴ്സ്, വാട്ടറേഴ്സ്, ഫീഡേഴ്സ് ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാനും ആണ്. സിമന്റ് തറകളിലും ഇവ ഉപയോഗിക്കാവുന്നതാണ്. അയഡിൻ കോമ്പൗണ്ട്സ്, അയഡിൻ കോമ്പൗണ്ടും ഒരു സോലുബിലൈസിങ് ഏജൻറ്റും കൂടെ ചേർന്നതാണ് അയഡോഫോർ. ഇത് സേഫായിട്ട് ഏത് സർഫസിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവ ഓർഗാനിക് മാറ്ററിൻ്റെ സാന്നിധ്യത്തിൽ നന്നായി പ്രവർത്തിക്കാറില്ല. ഫോർമലിൻ വളരെ ഇഫക്റ്റീവായിട്ടുള്ള, ചിലവ് കുറഞ്ഞ, ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. പൗൾട്രി ഹൗസിൻ്റെയും ബ്രൂഡർ ഹാച്ചറിയുടെയൊക്കെ ഫ്യൂമിഗേഷന് പൊട്ടാഷ്യം പെർമാംഗനേറ്റിനോടൊപ്പം ഉപയോഗിക്കുന്നു. ഇത് ഹാർഡ് സർഫസിനെ കൊറോഡ് ചെയ്യാൻ, അതായത് ദ്രവിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കലാണ്. അതുപോലെ തന്നെ കൂടുതൽ എക്സ്പോഷർ ഉണ്ടാവുകയാണ് എങ്കിൽ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാർസിനോജനിക് കോമ്പൗണ്ടുമാണ്. കൊറോസീവ് ആണ്, കാർസിനോജനിക് ആണ്. ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. ലൈം 2 മുതൽ 5% സൊല്യൂഷൻ ഏകദേശം എല്ലാ രോഗാണുക്കളെയും അവയുടെ സ്പോർസിനെയും നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ലിറ്റർ മെറ്റീരിയൽസ്, തറ, ഡെഡ് ബേർഡ്സ്, ഫീക്കൽ മാറ്റർ, ഇത് ഡ്രോപ്പിംഗ്സ് അല്ലെങ്കിൽ കാഷ്ടം, വൈറ്റ് വാഷ് ചെയ്യാൻ ഒക്കെ നമ്മൾ ലൈം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഹീറ്റും ഓക്സിജനും പുറന്തള്ളുന്നു. ഹീറ്റ് ബാക്ടീരിയ നശിപ്പിക്കുകയും പാരസൈറ്റിക് എഗ്സ്, അതായത് കോക്സീഡിയ പോലുള്ള പ്രോട്ടോസോവൻ
ഏജൻസിനെ വരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ് എക്യുപ്മെൻസും ഹൗസിങ്ങും ഹാച്ചറിയും ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. എന്നാൽ ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നതിന് മുന്നേ ആനയോണിക് ഡിറ്റർജൻറ്റ്, അതായത് സോഡിയം സോൾട്ട് വരുന്ന ഒരു ഡിറ്റർജൻറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ് ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഫ്ലെയിം ഉപയോഗിക്കുന്നത് ഹാർഡ് സർഫസസിൽ, അതായത് സിമെൻറ്റ് സർഫസസിലോ മെറ്റൽ സർഫസസിലോ മാത്രമേ സാധിക്കുകയുള്ളൂ. ഡയറക്റ്റ് ഫ്ലെയിം ഉപയോഗിക്കുന്നത് ഒരു ഫ്ലെയിം ഹസാർഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏരിയാസിൽ ഇവ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഡിസിൻഫെക്റ്റൻസ് പല ബ്രാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിൻഫെക്റ്റൻറ്റ് യൂസ്. ഒരു അണുനാശിനി ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ. ഓരോ ഡിസിൻഫെക്റ്റൻറ്റിനും മാനുഫാക്ചേഴ്സ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും. അവ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ മിക്സിംഗ് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ഒരു ഡിസിൻഫെക്റ്റൻറ്റിൽ മറ്റ് ഡിറ്റർജൻറ്റുകളോ സർഫക്റ്റൻസുകളോ ഇൻസെക്ടിസൈഡ്സോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സ് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് മാത്രമേ ചേർക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട്. ഡിസിൻഫെക്റ്റൻസ് സാധാരണ വിഷപദാർത്ഥങ്ങളായിട്ടാണ്, പോയിസണസ് മെറ്റീരിയൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുമാത്രമല്ല ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അടച്ച കണ്ടെയ്നേഴ്സിൽ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. തീറ്റ, ഫീഡ് അഡിറ്റീവ്സ്, മെഡിസിൻസ് എന്നിവയിൽ നിന്നും ദൂരെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. കുട്ടികൾക്ക് എത്താത്ത സ്ഥലങ്ങളിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. സ്പ്രേ ചെയ്യുകയോ ഫ്യൂമിഗേഷൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചിരിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എഫിക്കസി ഓഫ് ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ്റെ ഫലപ്രാപ്തി ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും? നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ്, അതിൻ്റെ ഡൈല്യൂഷൻ റേറ്റ്, ആപ്ലിക്കേഷൻ റേറ്റ്, അതിൻ്റെ ഡിറ്റർജൻസി, അതായത് ഒരു സർഫസിൽ പെനിട്രേറ്റ് ചെയ്ത് പോയി ആക്ട് ചെയ്യാനുള്ള കഴിവ്, കോണ്ടാക്ട് ടൈം, ടെമ്പറേച്ചർ, ഓർഗാനിക് ചലഞ്ച്, അതായത് ആ സർഫസിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ അളവ്, ഉപയോഗിക്കുന്ന വാട്ടർ ക്വാളിറ്റി, ഇതിനെ ആശ്രയിച്ചായിരിക്കും ഡിസിൻഫെക്ഷൻ്റെ എഫിക്കസി ഡിസൈഡ് ചെയ്യുക. ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇൻസെക്റ്റ് കൺട്രോൾ. പല രോഗങ്ങളെയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇൻസെക്ട്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഫ്ലൈസ്, അതായത് ഈച്ച പോലുള്ള ജീവികൾ ബേർഡ്സിൻ്റെ ശരീരത്തിൽ ഇരിക്കുകയും അവയെ ഇറിറ്റേറ്റ് ചെയ്യുകയും ആഹാരം കഴിക്കുന്നതിൽ നിന്ന് തടയുകയും സ്ട്രെസ് ഉണ്ടാക്കുകയും അതിലൂടെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. ഇത് സാധാരണ കേജ് സിസ്റ്റത്തിലാണ് കൂടുതൽ കാണുന്നത്. ഇൻസെക്റ്റ് ഓർ ഫ്ലൈ കൺട്രോൾ മെഷേഴ്സ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുകയും ശരിയായ ഡ്രെയിനേജ് ഫെസിലിറ്റി ക്രമീകരിക്കുകയും വേണം. ഏതെങ്കിലും പൈപ്പ് ലൈനുകളോ ഡ്രിങ്കേഴ്സോ കേടായിട്ടുണ്ടെങ്കിൽ അവ നന്നാക്കേണ്ടതാണ്. ഇൻസെക്ടിസൈഡ് സ്പ്രേകളോ ഡസ്റ്റിങ്ങുകളോ ഉപയോഗിക്കുക കൃത്യമായ ഇടവേളകളിൽ. അതായത് ഇൻസെക്റ്റിനെ നശിപ്പിക്കുന്ന സ്പ്രേകളോ പൊടി രൂപത്തിലുള്ള പ്രോഡക്ട്സോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾസ് ആണ് ഡെൽറ്റാമെത്രിൻ, സൈപ്പർമെത്രിൻ പോലുള്ളവ. അസുഖം വന്ന ബേർഡ്സിനെ ട്രീറ്റ് ചെയ്യുക, കൊടുക്കുന്ന തീറ്റയുടെയും വെള്ളത്തിൻ്റെയും ക്വാളിറ്റി കൃത്യമായ ഇടവേളകൾ പരിശോധിക്കുക. ഇത് കാഷ്ടം വെള്ളം പോലെ പോകുന്നത് തടയാൻ സഹായിക്കുന്നു.
കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളം ശുദ്ധമായതായിരിക്കണം. അത് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. അതായത് വെള്ളത്തിൽ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, ഈക്കോളൈ പോലുള്ള ഓർഗാനിസം അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാട്ടർ സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ചില വാട്ടർ സാനിറ്റൈസേഴ്സിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇത് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത് ഒരു തരം ഡിസിൻഫെക്ഷൻ ആണ്. ഫ്യൂമിഗൻസ് ഉപയോഗിച്ച് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതിന് ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നു. ഫ്യൂമിഗൻസ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ഗ്യാസ് അല്ലെങ്കിൽ ഫ്യൂം രൂപത്തിലായിരിക്കും. ഫ്യൂമിഗേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിസീസ് പ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിനെ, എസ്പെഷ്യലി കോഴിക്കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ് ഫ്യൂമിഗേഷൻ്റെ ഉദ്ദേശം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫ്യൂമിഗേഷൻ. ബ്രൂഡിംഗ് ഹൗസിൻ്റെ ഇൻറ്റേർണൽ ഡയമെൻഷൻ, ലെങ്ത്, ഹൈറ്റ്, ബ്രെഡ്ത്ത് ഉൾപ്പെടെ എടുക്കുക. എല്ലാ ഓപ്പണിങ്സും പുറമേ നിന്ന് എയർ കടക്കാത്ത വിധത്തിൽ അടയ്ക്കുക. ഒരു അധികം ആഴമില്ലാത്ത, പൊട്ടിപ്പോകാത്ത ഒരു ഇനാമൽ അല്ലെങ്കിൽ സെറാമിക് ഡിഷ് എടുക്കുക. ആ ബ്രൂഡിംഗ് ഹൗസിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 24 ഡിഗ്രി സെൽഷ്യസും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 75% ആണെന്ന് ഉറപ്പാക്കുക. ഈ ഒരു ടെമ്പറേച്ചറിലാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അളന്ന് എടുക്കുക. 2.83 മീറ്റർ ക്യൂബിന് 20 ഗ്രാം പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന കണക്കിനാണ് അളന്ന് എടുക്കേണ്ടത്. ഇതിനാവശ്യമായ ഫോർമലിനും അളന്ന് എടുക്കുക. പൊട്ടാഷ്യം പെർമാംഗനേറ്റിലേക്ക് ഫോർമലിൻ ആഡ് ചെയ്യുക. ഒരിക്കലും തിരിച്ച് അല്ല ആഡ് ചെയ്യേണ്ടത്. ഫോർമലിൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ബ്രൂഡിംഗ് ഹൗസ് അടച്ച് ലോക്ക് ചെയ്യേണ്ടതാണ്. 24 മണിക്കൂറെങ്കിലും അടച്ചിട്ടിരിക്കേണ്ടതാണ്. അതിനുശേഷം വിൻഡോസ് എല്ലാം തുറന്ന് അവിടെയുള്ള ഗ്യാസ് പുറത്തു പോകാൻ അനുവദിക്കേണ്ടതാണ്. വീണ്ടും ഷെഡ് പുതിയ ചിക്സ് എത്തുന്നത് വരെ അടച്ചിടാവുന്നതാണ്. പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഫോർ ഫ്യൂമിഗേഷൻ. എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് ഒരു വിഷപദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇൻഹലേഷൻ ഒഴിവാക്കാനായി റെസ്പിറേറ്റർ ഉപയോഗിക്കണം. സ്കിന്നുമായിട്ടോ കൈകളിലോ കോണ്ടാക്റ്റ് വരാതെ ഇരിക്കാൻ നോക്കണം. ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ലൈവ് ചിക്സ് ഉള്ളപ്പോൾ ഫ്യൂമിഗേഷൻ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഫോർമലിലേക്ക് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ശരീരം മൊത്തം കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. ഫാം ഏരിയയിൽ കടക്കുന്നതിന് മുന്നേയും കടന്നതിന് ശേഷവും നന്നായി കൈകൾ കഴുകുക. ബേർഡ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ഫാമിൽ ഉപയോഗിക്കുന്ന ബൂട്ട്സ് വൃത്തിയാക്കിയതിന് ശേഷം അണുനശീകരണം നടത്തിയ ബൂട്ട്സ് മാത്രം ഉപയോഗിക്കുക. ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പെയർ ബൂട്ട്സ് ഉപയോഗിക്കുക. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ ബൂട്ട്സ് ഉപയോഗിക്കുക എന്നത് ആയിരിക്കും. മറ്റ് കോഴികളുടെ അടുത്തേക്ക് പോകുമ്പോൾ വസ്ത്രങ്ങളും ബൂട്ട്സും മാറുന്നത് നല്ലതായിരിക്കും. അതായത് എഗ് കളക്ഷനോ ഫീഡിങ്ങിനോ വാട്ടറിങ്ങിനോ ഒക്കെ പോകുമ്പോൾ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും നല്ലത്. ബേർഡ്സുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ജോലിക്കാരുടെ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായ ഇടവേളകളിൽ നടത്തുന്നത് നല്ലതായിരിക്കും.
യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, അതായത് വ്യക്തി സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം. ഡിസിൻഫെക്റ്റൻസ് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് പോയ്സണിങ് ഉണ്ടാക്കും. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന വിഷാംശങ്ങളും, ക്രോണിക് എന്ന് പറഞ്ഞാൽ വിഷാംശം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാക്കുന്ന ഇഫക്റ്റും. പോയ്സണിങ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തും അത് ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന വേഗത, അത് ഏത് റൂട്ടിലൂടെ എൻ്റർ ചെയ്യുന്നു, എത്ര എമൗണ്ട് ശരീരത്തിൽ എൻ്റർ ചെയ്തു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. കെമിക്കൽസ് സാധാരണ 3 റൂട്ടിലൂടെ ശരീരത്തിൽ എൻ്റർ ചെയ്യാം. ഒന്ന്, ലങ്സ് വഴി ശ്വസിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുമ്പോൾ. 2, വായിലൂടെ കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ. 3, തൊലിയിലൂടെയോ കണ്ണിലൂടെയോ എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ പോർഷനിലെ ആക്ടിവിറ്റി നോക്കാം. എൻലിസ്റ്റ് കോമൺ ഡിസിൻഫെക്റ്റൻസ് ആൻഡ് വാട്ടർ സാനിറ്റൈസേഴ്സ് യൂസ്ഡ് ഇൻ പൗൾട്രി ഫാം. പൗൾട്രി ഫാമിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻറ്റുകളും വാട്ടർ സാനിറ്റൈസേഴ്സും ഏതൊക്കെയാണ് എന്ന് എഴുതുക. ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ 2 സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ക്ലീനിങ്. ക്ലീനിങ്ങിൽ ഉൾപ്പെട്ട 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർഷ്യൽ ക്ലീനിങ് ആൻഡ് കംപ്ലീറ്റ് ക്ലീനിങ്. പാർഷ്യൽ ക്ലീനിങ്ങും കംപ്ലീറ്റ് ക്ലീനിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വേർതിരിച്ച് എഴുതുക. ഫോർ ഡിസീസസ് ലൈക്ക് ഏവിയൻ ഇൻഫ്ലുവൻസ, ഡാഷ് ടൈപ്പ് ഓഫ് ക്ലീനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് എയറോസലൈസേഷൻ ഓഫ് വൈറസ്. ഏവിയൻ ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങൾക്ക് ഡാഷ് രീതിയിലുള്ള ക്ലീനിങ് എയറോസലൈസേഷൻ ഉണ്ടാകുന്നത് കുറയ്ക്കുന്നു. ഡിഫൈൻ ഡിസിൻഫെക്റ്റൻറ്റ്. ഡിസിൻഫെക്റ്റൻറ്റ് എന്താണ് എന്ന് നിർവചിക്കുക. ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റൻസ്. സാധാരണ ഉപയോഗിക്കുന്ന 2 ഡിസിൻഫെക്റ്റൻറ്റുകൾക്ക് ഉദാഹരണം എഴുതുക. റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എഫിക്കസി ഓഫ് ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ്റെ ഫലപ്രാപ്തിയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് എഴുതുക. വാട്ട് ഈസ് ഫ്യൂമിഗേഷൻ ആൻഡ് വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഫോർ ഫ്യൂമിഗേഷൻ. ഫ്യൂമിഗേഷൻ എന്താണ് എന്നും ഫ്യൂമിഗേഷന് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നും എഴുതുക.